അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് മേഖലയിൽ അവർക്കുള്ള സ്വാധീനം വലിയ തോതിൽ തന്നെ നയതന്ത്ര ബന്ധം, രാഷ്ട്രീയ ബന്ധം, അതോടൊപ്പം തന്നെ നിക്ഷേപ സാമ്പത്തിക രംഗങ്ങളിലൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്ന ഒരു വൻശക്തി രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കയോടുള്ള സമീപനം പോലും ഒരു പുനരവലോകനം ചെയ്യേണ്ട ഒരു ഘട്ടമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്കക്ക് ഒരു പങ്കുണ്ടെന്ന് വെളിപ്പെടുകയാണെങ്കിൽ. കാരണം ഈ ഘട്ടത്തിൽ അത്തരമൊരു ഉറപ്പ് പറയാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏതെങ്കിലും അർത്ഥത്തിൽ ഖത്തറിനുള്ളിൽ കയറി ഇത്തരമൊരു ആക്രമണം നടത്തി ഹമാസ് നേതാക്കളെ അപായപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം നൽകി എന്നത് സംബന്ധിച്ച് പല മാധ്യമങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ട് അത് സ്ഥിരീകരിക്കാൻ ഇതുവരെയും അറബ് ലോകമോ അറബ് രാജ്യങ്ങളോ ഇനിയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു തെളിവ് പുറത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയും ഗൾഫ് മേഖലയും തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തെ വലിയ തോതിൽ തന്നെ അത് ബാധിക്കും. പക്ഷേ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ സംഭവം വലിയ നടുക്കത്തോടുകൂടി തങ്ങൾ വിലയിരുത്തുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം, പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തർ തങ്ങളുടെ ആഭ്യന്തരമായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ പരമാധികാരത്തിന് നേർക്ക് നടന്നിരിക്കുന്ന ഈ കടന്നാക്രമണത്തെ ഒരു നിലക്കും വെറുതെ വിടില്ല എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ അന്വേഷണത്തോടുകൂടി ഈ ആക്രമണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനെ തുടർന്ന് മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എന്ത് നിലപാട് ഇനി സ്വീകരിക്കാൻ പോകുന്നു എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടാവുക. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ലോക തലത്തിൽ തന്നെ ഒരു സമാധാനം കൊണ്ടുവരാൻ ആ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഗൗരവപൂർണമായിട്ടുള്ള നടപടികൾ പോലും അതിന് തുരങ്കം വെക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ സംഘങ്ങൾക്ക് പോലും ഏറ്റവും ശക്തമായിട്ടുള്ള സുരക്ഷ നൽകി ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് അവരെ പലവട്ടം വിളിച്ചു വരുത്തിയ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഖത്തറിന് നേരെ ഈ ഒരു ആക്രമണം നടന്നത് ലളിതമായിട്ട് കാണാൻ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ GCCയുടെയും അതോടൊപ്പം തന്നെ അറബ് ലീഗിന്റെയും OIC-യുടെയും നേതൃയോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ തന്നെ മിക്കവാറും ഈ കൂട്ടായ്മകളുടെ യോഗം ചേരാനുള്ള ഒരു സാധ്യത കൂടി രൂപപ്പെടുകയാണ്. അതിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ടും തുടർ നടപടികൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചുകൂടി ഈ കൂട്ടായ്മകളും ഈ രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ കൈക്കൊള്ളും. എന്തായാലും അമേരിക്കയെ വലിയ തോതിൽ തന്നെ തങ്ങളുടെ നടുക്കം, തങ്ങളുടെ അപലപിച്ചുകൊണ്ടുള്ള ആ പ്രതികരണം ഖത്തറും അറിയിച്ചതായിട്ടാണ് ഏറ്റവും അവസാന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശരി MC തുടരാം. അബ്ബാസ് കൂടി ചേരുന്നുണ്ട്. അബ്ബാസ്, ഹമാസിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് അതിനടുത്തായിട്ട് ഏതാണ്ട് ഒരു 10ഓളം സ്ഥലത്ത് ഈ സ്ഫോടനം കേട്ടു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. അവിടുത്തെ ദൃക്സാക്ഷികൾ ഈ കറുത്ത പുക ഉയരുന്നത് കണ്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുണ്ടോ?